ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു വീഡിയോ ക്ലിപ്പ് അത് മതി തമിഴ്നാട്ടിലെ ഏത് ഉദ്യോഗസ്ഥൻ്റെയും ജോലി തെറിക്കാൻ അല്ലെങ്കിൽ അവർ അഴിയെണ്ണാൻ വേണ്ടി. തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു രാഷ്ട്രീയ മാജിക്കാണ് ഇപ്പോൾ ചെന്നൈയിലെ കോട്ടയിൽ നടക്കുന്നത്. കോടികളുടെ സ്വത്തുള്ള, സിനിമയിൽ അഭിനയിച്ചാൽ എത്ര വേണമെങ്കിലും പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സിനിമാ സൂപ്പർ താരം അഴിമതിയുടെ ആഴക്കടലായി തമിഴ്നാട് ഭരണകൂടത്തിൻ്റെ അമരത്തേക്ക് എത്തുന്നു. വന്ന് ആദ്യത്തെ 100 ദിവസം മാത്രം പൂർത്തിയാക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളികളെപ്പോലും ഞെട്ടിക്കുന്ന വിപ്ലവകരമായ തീരുമാനങ്ങളുമായി മുന്നേറുകയാണ്. തമിഴ്നാട്ടിൽ ഇനി ഒരൊറ്റ രൂപ പോലും കൈക്കൂലി വാങ്ങാൻ ഉദ്യോഗസ്ഥർ ഭയക്കും. പോലീസ് ഉദ്യോഗസ്ഥരിൽ തുടങ്ങി രജിസ്ട്രേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വരെ വിറച്ചു നിൽക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ എല്ലാ MLA-മാർക്കും സൗജന്യ കാറും പ്രതിമാസം 1 ലക്ഷം രൂപയുടെ അധിക അലവൻസും നൽകിക്കൊണ്ട് സ്വന്തം പാർട്ടിക്കാരെയും എതിർകക്ഷികളെയും വിജയ് അമ്പരപ്പിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ അഴിമതിയുടെ വേരറുക്കാനുള്ള മാസ്റ്റർ പ്ലാൻ ആണോ, അതോ വെറും ഒരു രാഷ്ട്രീയ പബ്ലിസിറ്റിയാണോ? പോരാത്തതിന് അഴിമതിരഹിത ഭരണമെന്ന് പ്രഖ്യാപിച്ച വിജയ് ഭരണകൂടത്തിന് നേരെ ഇപ്പോൾ ആദ്യമായിട്ട് ഉയർന്നു വന്ന പുതിയ അഴിമതി ആരോപണം എന്താണ്? നമുക്കെല്ലാം ഒന്ന് വിശദമായി പരിശോധിക്കാം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന ഈ വമ്പൻ മാറ്റങ്ങളുടെയും വരും വരായികളുടെയും പൂർണ്ണമായ ഇൻഡെപ്ത് അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ അയൽ സംസ്ഥാനമായി തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. അവിടെ അഴിമതി എന്നതൊരു വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർ ഒരു വില്ലേജ് ഓഫീസിലോ രജിസ്ട്രേഷൻ ഓഫീസിലോ എന്തിനേറെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റിലോ പോയാൽ കൈക്കൂലി നൽകാതെ ഒരു കാര്യം അവിടെ നടക്കില്ല. ദ്രാവിഡ രാഷ്ട്രീയത്തിലെ പ്രമുഖ പാർട്ടികൾ മാറി മാറി ഭരിച്ചപ്പോഴും ജനപ്രിയ നേതാക്കളുടെ താരാരാധനയിൽ ഈ അഴിമതികളെല്ലാം മൂടി വയ്ക്കപ്പെടുകയായിരുന്നു. ഒരു സർക്കാർ ഫയൽ നീങ്ങണമെങ്കിൽ ചുവപ്പുനാട അഴിയണം. അതിന് ജനങ്ങൾ ഉദ്യോഗസ്ഥരുടെ കൈകളിൽ പണം വെച്ച് കൊടുക്കണം. ഇത്തരമൊരു ഘട്ടത്തിലാണ് 500 കോടിയിലധികം രൂപയുടെ സ്വത്ത് വെളിപ്പെടുത്തി ഇനി പണത്തിന് വേണ്ടി ഒന്നും നേടാനില്ലെന്ന പ്രഖ്യാപനത്തോടെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. ഒരു സിനിമയിൽ അഭിനയിച്ചാൽ 100 കണക്കിന് കോടികൾ പ്രതിഫലം വാങ്ങാൻ ശേഷിയുള്ള ഒരാൾക്ക് ഭരണത്തിൽ നിന്ന് പണം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യമാണ് സാധാരണ ജനങ്ങൾ വിജയ്ക്ക് അനുകൂലമായി ചിന്തിക്കാൻ കാരണം. രാഷ്ട്രീയത്തിലും ഉദ്യോഗസ്ഥ വൃന്ദത്തിലും വലിയ എതിർപ്പുകൾ ഉണ്ടായെങ്കിലും ജനങ്ങൾ വിജയ്ക്കും അദ്ദേഹത്തിൻ്റെ TVക്ക് പാർട്ടിക്കും വലിയ പിന്തുണ നൽകി. ഭരണത്തിലേറെ ആദ്യത്തെ 100 ദിവസം പൂർത്തിയാക്കുമ്പോൾ വിജയ് എടുത്ത ചില നടപടികൾ കേവലം വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് ഗ്രൗണ്ട് ലെവലിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒന്നായിരുന്നു എന്ന് തെളിയുകയാണ്. ഒന്ന്, ആൻറ്റി ബ്രൈബറി ഹെൽപ്പ് ലൈൻ. ഏതൊരു സാധാരണക്കാരനും അഴിമതിക്കെതിരെ പരാതിപ്പെടാൻ ഒരു ഹെൽപ്പ് ലൈൻ നിലവിൽ വരികയാണ്. ഇവിടെ വിളിക്കുന്ന ഓരോ കോളും റെക്കോർഡ് ചെയ്യപ്പെടുകയും കൃത്യമായി പിന്തുടരപ്പെടുകയും ചെയ്യുന്നു. ഇത് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടാക്കിയ ഭയം ചെറുതൊന്നുമല്ല. 2, വാട്സപ്പ് തെളിവുകൾക്ക് 1 ലക്ഷം രൂപയാണ് പ്രതിഫലം. ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ ജനപ്രതിനിധിയോ കൈക്കൂലി വാങ്ങുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളോ കൃത്യമായ തെളിവുകളോ ശേഖരിച്ച് സർക്കാരിൻ്റെ പ്രത്യേക വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ അയക്കുന്നയാൾക്ക് 1 ലക്ഷം രൂപ പ്രതിഫലം നൽകുന്ന പദ്ധതി വിജയ് ആവിഷ്കരിച്ചു. ഇതോടെ കൈക്കൂലി വാങ്ങാൻ ഉദ്യോഗസ്ഥർക്ക് പേടിയായി. വഴിയിൽ നിൽക്കുന്ന ട്രാഫിക് പോലീസുകാർ പോലും 50 അല്ലെങ്കിൽ 100 രൂപ വാങ്ങാൻ മടിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇത് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടന്നിരുന്ന 2 മേഖലകളാണ് ആധാരം രജിസ്ട്രേഷനും അഥവാ ലാൻഡ് രജിസ്ട്രേഷൻ ആൻഡ് കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ, ബിൽഡിംഗ് പെർമിറ്റുകൾ. വിജയ് സർക്കാർ ഇവയെല്ലാം ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇടനിലക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും മുന്നിൽ നേരിട്ട് പോകാതെ തന്നെ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങിയതോടെ അഴിമതിയുടെ പ്രധാനപ്പെട്ട വാതിലുകളെല്ലാം അടഞ്ഞിരിക്കുന്നു. തീർന്നില്ല. അതുപോലെ തന്നെയാണ് അഴിമതിയുടെ കാര്യത്തിൽ സ്വന്തം പാർട്ടിയെന്നോ എതിർകക്ഷിയെന്നോ ഉള്ള വ്യത്യാസമില്ല. സ്കൂളുകളിൽ രാഷ്ട്രീയം നിരോധിച്ച ഉത്തരവ് ലംഘിച്ച് വിജയിയെ പ്രശംസിച്ച അധ്യാപികയ്ക്കെതിരെ നടപടിയെടുത്തതും TVKയുടെ പേരിൽ പണം പിരിച്ചവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുമെല്ലാം വിജയുടെ കർശന നിലപാടിൻ്റെ ഉദാഹരണങ്ങളാണ്. സമീപകാലത്ത് തമിഴ്നാട് നിയമസഭയിൽ നടന്നൊരു സംഭവം വലിയ ചർച്ചയായിരുന്നു. സഭയിലൊരു പ്രതിപക്ഷ MLA എഴുന്നേറ്റ് നിന്ന് വിജയോട് ചോദ്യം ചോദിച്ചു. അഴിമതി തടയുന്നത് നല്ലതാണ്, പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർ മണ്ഡലത്തിൽ ഓടി നടക്കാൻ സ്വന്തം കയ്യിലെ പണം ചിലവാക്കേണ്ടി വരുന്നു. ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനും ജീവനക്കാരെ വെക്കാനും ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം അതിനുവേണ്ടി ഒന്നും തികയുന്നില്ല. ഈ ചോദ്യത്തിന് വിജയ് നൽകിയ മറുപടിയാണ് രാഷ്ട്രീയ ലോകത്തെ ഞെട്ടിച്ചത്. 234 MLA-മാർക്കും സർക്കാർ സൗജന്യ വാഹനം നൽകും. ഓരോ MLA-ക്കും പ്രതിമാസം 1 ലക്ഷം രൂപ അധിക അലവൻസ്. ഇതിൽ 75,000 രൂപ വാഹനത്തിൻ്റെ പെട്രോളിനും പരിപാലനത്തിനും, 25,000 രൂപ ഒരു ഓഫീസ് അസിസ്റ്റന്റിനും വെക്കാനുമാണ്. DMK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇതിനെ വലിയ ധൂർത്തെന്ന് വിളിച്ച് വിമർശിച്ചു. എന്നാൽ ഈ തീരുമാനത്തിന് പിന്നിൽ വലിയൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള തന്ത്രം കൂടിയുണ്ട്. നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയക്കാരും
ഉദ്യോഗസ്ഥരും അഴിമതി നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് അർഹിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമായ പ്രതിഫലം ലഭിക്കുന്നില്ല എന്നതാണ്. ഒരു MLAക്ക് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാൻ വലിയ തുകയാണ് ചെലവാകുക. അത് സർക്കാരിൽ നിന്നും മാന്യമായി ലഭിച്ചാൽ അവർക്ക് കൈക്കൂലിയെ പിന്നെ ആശ്രയിക്കേണ്ടി വരില്ല. രാഷ്ട്രീയക്കാർ അഴിമതി നിർത്തുമ്പോൾ ഉദ്യോഗസ്ഥർക്കും അഴിമതി നടത്താൻ ധൈര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ നീക്കം അഴിമതിയുടെ വേരിറക്കാനുള്ള മാസ്റ്റർ പ്ലാൻ ആണെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. തീർന്നില്ല, വിജയുടെ ഭരണം പൂർണ്ണമായിട്ടും കുറ്റമറ്റതാണോ എന്നതാണ് അടുത്ത ചോദ്യം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി കൂടി പറയാം. എന്തായാലും തീർച്ചയായും അല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾക്കിടയിലും വിജയ് സർക്കാരിന് ചില രാഷ്ട്രീയ അബദ്ധങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ക്യാമ്പസുകളിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ നിരോധിച്ചുകൊണ്ട് വിജയ് സർക്കാർ ഉത്തരവിറക്കിയപ്പോൾ വലിയ ജനരോഷമാണ് ഉയർന്നിട്ടുള്ളത്. സമരം ചെയ്യാനുള്ള അവകാശം മൗലികാവകാശമാണെന്ന വാദം ഉയർന്നതോടെ തെറ്റിദ്ധരിച്ചറിഞ്ഞ വിജയ് തൊട്ടടുത്ത ദിവസം തന്നെ ആ ഉത്തരവ് പിൻവലിച്ചു. രാജ്യത്ത് 2 കുട്ടികൾ എന്ന നയം നിലനിൽക്കുമ്പോൾ 3ാമത്തെ കുട്ടിക്കും പ്രസവാനുകൂല്യം നൽകുമെന്ന വിചിത്രമായ പ്രഖ്യാപനം വിജയ് നടത്തി. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ വർദ്ധിക്കുകയും തമിഴ്നാട് ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ കുറയുകയും ചെയ്യുന്നത് വഴി പാർലമെന്റ് മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിൽ തെക്കേ ഇന്ത്യക്ക് സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് വിജയ് ഇതിന് പ്രേരിപ്പിച്ചത്. ഇത് വലിയൊരു ദേശീയ സംവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. CM ഓഫീസും ടെൻഡർ വിവാദങ്ങളും നോക്കാം. അതായത് അഴിമതിരഹിത ഭരണം എന്നുറക്കെ പ്രഖ്യാപിച്ച വിജയ് നേരെ ഏറ്റവും ഒടുവിലായി വൻ ആരോപണങ്ങൾ ഉയർന്നിരിക്കുകയാണ്. ചെന്നൈ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ പുതിയ ഓഫീസ് മാറ്റവുമായി ബന്ധപ്പെട്ട് 5.54 കോടി രൂപയുടെ ടെൻഡർ നടപടികളിൽ തിരിമറി നടന്നു എന്ന ആരോപണവുമായി BJPയും DMKയും രംഗത്തെത്തിയിട്ടുണ്ട്. പണി നടക്കുന്നതിന് മുമ്പ് ഓൺലൈൻ ടെൻഡറിൽ തുക രേഖപ്പെടുത്തിയിട്ടില്ല എന്നും പത്രങ്ങളിൽ പരസ്യം വന്ന ശേഷമാണ് ഈ ടെൻഡർ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തത് എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ടെക്നിക്കൽ തകരാറാണ് എന്ന് ഭരണപക്ഷം വിശദീകരിക്കുമ്പോഴും വിജയ് ഭരണകൂടത്തിനേറ്റ ആദ്യത്തെ അഴിമതിക്കറിയായി ഇത് മാറിക്കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ DMK ഭരണകാലത്തെ അഴിമതി ഫയലുകൾ തൻ്റെ മേശപ്പുറത്തുണ്ടെന്നും കൂടുതൽ ചൊറിയാൻ വന്നാൽ അതെല്ലാം തുറക്കുമെന്നും അത്തരത്തിലുള്ള വിജയുടെ നിയമസഭയിലെ മുന്നറിയിപ്പ് തമിഴ്നാട് രാഷ്ട്രീയത്തെ വരും ദിവസങ്ങളിൽ കൂടുതൽ ചൂടുപിടിപ്പിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും വിജയുടെ ഈ ഭരണത്തെ നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.